യു കെയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് വീടെടുക്കുക എന്നുള്ളത്. വീടെടുക്കുക, മോർഗേജ് എടുക്കുക എന്നുള്ള സംഭവത്തെക്കുറിച്ച് നമ്മളുടെ തന്നെ അടുത്ത ഫ്രണ്ടായ സൈബി ഒരു മോർഗേജ് അഡ്വൈസറാണ്. അദ്ദേഹത്തെ വെച്ചൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് സൈബി നമ്മളുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിനോട് മോർഗേജിൻ്റെ ഒന്ന് രണ്ട് അപ്ഡേറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണമുള്ള കാര്യങ്ങളാണ്. അത് നമുക്കൊന്ന് ചോദിച്ചറിയാം. അപ്പോൾ സൈബി അണ്ണ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ 1% മോർഗേജ് എന്ന് പറയുന്ന ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് ഈ 1% മോർഗേജ്? അതുകൊണ്ട് നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അപ്പം 1% മോർഗേജസ് ഇപ്പോൾ യു കെയിൽ അവൈലബിൾ ആണ്, വിച്ച് ഇസ് എ ഗുഡ് ന്യൂസ്. അപ്പം ഇതിന് എലിജിബിൾ ആവണമെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇത് ഫസ്റ്റ് ടൈം ബയേഴ്സിന് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, ആദ്യമായിട്ട് വീട് വാങ്ങിക്കുന്നവർക്ക് മാത്രം. രണ്ടാമത്തേത്, മിനിമം ഇതിനൊരു 5,000 ഡെപ്പോസിറ്റ് എങ്കിലും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. മിനിമം അത്രയും വേണം. മാക്സിമം വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ഇസ് 500,000. അതുവരെ ഉള്ള പ്രോപ്പർട്ടികൾക്ക് മാത്രമേ ഈ സ്കീം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 5,000 പൗണ്ടെങ്കിലും ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വീട് മേടിക്കാം അല്ലേ? വാങ്ങിക്കാം, ആസ് ലോങ് ആസ് വി സാറ്റിസ്ഫൈ ദ റെസ്റ്റ് ഓഫ് ദ ക്രൈറ്റീരിയ. അപ്പോൾ ബാക്കിയുള്ള ക്രൈറ്റീരിയ ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്ന്, ഇത് ന്യൂ ബിൽഡ് ഫ്ലാറ്റ്സ് ഹൗസസിന് ഈ സ്കീം ഉപയോഗിക്കാൻ പറ്റില്ല. രണ്ടാമത്, നോർത്തേൺ അയർലൻഡിൽ ഇത് വാലിഡ് അല്ല. മൂന്നാമത്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്കീമിന് എലിജിബിൾ ആവണമെങ്കിൽ നമ്മൾ മിനിമം നമുക്കൊരു പെർമനൻറ്റ് റെസിഡൻസി ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പം അല്ലെങ്കിൽ ILR, ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ഉള്ളവർക്ക് മാത്രമേ ഈ സ്കീം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് PR അല്ലെങ്കിൽ സെറ്റിൽഡ് ഓർ പ്രീ സെറ്റിൽഡ് സ്റ്റാറ്റസ് വേണം. അത് ഇതിന് ഈ സ്കീമിന് നിർബന്ധമാണ്.